ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ എന്താണ് സുചിത്ര പറയുന്നുണ്ട്, അതെ ഇളയമേ, എനിക്കൊരു സംശയം. ഇത് സ്വപ്നവലി ആൻറ്റി മനഃപൂർവ്വം ഇഷിതേച്ചിക്ക് ഒരു പണി കൊടുത്തതാണോ അമ്മായിമ്മ പോരെ എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയണ്ടേ, അങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഇളയമ്മ പ്രിയാമണി എടുത്ത വായിക്ക് പറയണ്ടേ, ഈ സ്വപ്നവലിക്ക് ഒരു മോനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സുചിത്രനെ കൊണ്ട് കെട്ടിക്കായിരുന്നു. അതാവുമ്പോഴേക്കും ഇഷിതയുടെ കാര്യങ്ങളൊക്കെ ഇവള് നോക്കിക്കോളല്ലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മനസ്സുനി എഴുന്നേറ്റില്ലേ ആവോ എന്ന് നമ്മുടെ മാഷ് പറയുമ്പോഴേക്കും മനസ്സുനി എഴുന്നേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ മോളെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് മനസ്സുനി അങ്ങോട്ടേക്ക് വരുവാട്ടോ. അയ്യോ മനസ്സുനി എന്തൊക്കെയാണ് പറയണത്, എഴുന്നേറ്റില്ല വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ എടുക്കാതിരുന്നത്. നിങ്ങളുടെ മോളെ കൊണ്ടുവന്നിട്ട് എല്ലാത്തിനും പകരം നിങ്ങൾ വീട്ടിയില്ലേ എന്നൊക്കെ മനസ്സുനി പറയുവാണ്. നിങ്ങൾ എന്നെ മനഃപൂർവ്വം അപമാനിച്ചതാണ്. അവൾക്ക് ഏതൊരു ഭർത്താവിനെ കിട്ടി കഴിഞ്ഞിട്ട് അവൾക്കിടെ അഹങ്കാരം കാണാൻ വേണ്ടിയിട്ട് അവൾ മനഃപൂർവ്വം എന്നെ കരിവാരി തേക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അയ്യോ മോൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, എന്തോ മരുന്ന് കഴിച്ചിട്ട് ഓവർ ഡോസായിട്ട് എന്തോ അവൾ പിച്ചും പെയ്യും പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ഇല്ലില്ല അവളിത് ബോധപൂർവ്വം പറഞ്ഞതാണ് എന്ന് മനസ്സുനിയും പറയുവാട്ടോ. പ്രിയാമണി പറയണ്ട, മനസ്സിനെ ക്ഷമിക്കണം. അതെ മനസ്സിനെ ക്ഷമിച്ചിട്ട് തന്നെയാണ് കല്യാണത്തിന് കൂടിയത്, എല്ലാത്തിനും മുമ്പിൽ നിന്നത്. പക്ഷേ അവളെന്നെ ചതിച്ചു. ആദ്യം എൻ്റെ മോനെ ചതിച്ചു, പ്രണയം നടിച്ച് ചതിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ വേറൊരു വിവാഹം കഴിച്ചപ്പോൾ ആ കുഞ്ഞ് അവൾ ഇല്ലാതാക്കി, എന്നിട്ട് അവൾ ചതിച്ചു, എന്നിട്ട് അവൾ പറയാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ മനസ്സിനി അങ്ങനെയൊന്നും അല്ലെന്ന് പ്രിയാമണി പറയുമ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ, ഈ മനസ്സിനി ആരാന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിനെ വെല്ലുവിളിക്കുക കേട്ടോ. പ്രിയാമണി വിഷമത്തോടെ പറയണ്ട, മനസ്സിന് ഞാൻ മോളെ കൊണ്ട് വേണമെങ്കിൽ ക്ഷമ ചോദിപ്പിക്കാം. വേണ്ട, ക്ഷമയൊന്നും ചോദിപ്പിക്കേണ്ട, എനിക്കെന്തായാലും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, ഇനി കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുത്തോളാം. നിങ്ങളുടെ ഒരു മോള് എൻ്റെ വീട്ടിലുണ്ടല്ലോ. ഞാൻ വീട്ടിലെത്തിയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ മോളെ വിളിക്കണം, അഷിതേനെ. അവളുടെ നിലവിളി ശബ്ദം ഞാൻ കേൾപ്പിച്ചുതരാം. ഇത് അനുഭവിക്കാൻ പോണത് അവളായിരിക്കും. അയ്യോ മനസ്സിന് അങ്ങനെയൊന്നും പറയില്ലെന്ന് പ്രിയാമണി പറയുമ്പോൾ ഞാൻ കാണിച്ചുതരാം, ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ വിളിക്കേ എന്ന് പറഞ്ഞിട്ട് മനസ്സിനുണ്ടെന്ന് പോവാണ്. അയ്യോ മനസ്സിന് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി ആകെ വിഷമിക്കുകയാണ്. മാഷിനും അത് കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട് കേട്ടോ. പ്രിയാമണിയാണെങ്കിൽ പൊട്ടിക്കറിയാട്ടോ, അയ്യോ മാഷ് നമ്മുടെ അഷിതേനെ ഇന്ന് അവൾ ഉപദ്രവിക്കുന്ന തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും സുചിത്ര പറയണ്ടേ, എൻ്റെ ഇളയമ്മ വിഷമിക്കൊന്നും വേണ്ട. അഷിതേച്ചിയുടെ മേത്ത് ഇവർ കൈവച്ചിട്ടുണ്ടല്ലോ, ഈ സുചിത്ര ആരാണെന്ന് അവരറിയും. അഷിതേച്ചിയുടെ മേത്ത് അവർ കൈവച്ച ഈ സുചിത്ര അവരുടെ വീട്ടിലേക്ക് പോകും. അമ്മായിമ്മപ്പോരിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തും. ഇങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ടെന്ന് നാട്ടിലെന്ന് അവരറിയട്ടെ. നോക്കിക്കോ ഈ സുചിത്ര ആരാണെന്നും എന്താണെന്നും അവരെ ഞാനിന്ന് അറിയിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് സുചിത്ര അവിടെ നിന്ന് പോകുവാട്ടോ. മാഷ് എന്ന് പറയുകയാണ് പ്രിയാമണി. സാരില്ലടോ, നമുക്ക് നോക്കാം എന്നൊക്കെ മാഷും പറയുന്നുണ്ട്. എന്തൊക്കെയാ മാഷ് ഈ സുചി പറഞ്ഞിട്ട് പോണത്? അതാണ് ഇന്നത്തെ കാലത്തെ പെൺപിള്ളേരുടെ ശബ്ദം. ഇതിങ്ങനെ കളിച്ചാലേ ഇങ്ങനത്തെ കാലത്ത് ഇതുപോലത്തെ പെൺപിള്ളേരും ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം പെൺപിള്ളേർ. സുചി ഇളയമ്മക്കൊരു ചായ എടുക്ക് എന്ന് പറയട്ടെ മാഷ് ചിരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കുന്ന മഹേഷാണെങ്കിൽ മുഖമൊക്കെ ആകെ വേദനിച്ചിട്ട് ഈശ്വരാ എന്തൊരു അടിയാണോ അവൾ അടിച്ചത്. താടി ഉള്ളതുകൊണ്ട് അത്രയും ഭാഗം രക്ഷപ്പെട്ടു. ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ആലോചിക്കുകയാണ്. ഇഷിത അടിച്ചതും വലിച്ചു പറിച്ചതൊക്കെ ആലോചിക്കുക കേട്ടോ. ആലോചിക്കാനേ വയ്യ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് പോവാണ്. ആ സമയത്ത് ഇഷിതനെ നോക്കിയിട്ട് പറയുന്നല്ലോ, അയ്യോ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തൊരു പാവം, ഞാനുള്ള പോലെ ആയിരിക്കണം, പക്ഷെ അവളുടെ കൈയിൻ്റെ ബലവോ എന്ന് പറഞ്ഞിട്ട് ആ കൈ ഒന്നിട്ട് പൊക്കി നോക്കുക കേട്ടോ. അപ്പോഴേക്കും ഇഷിത പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. മഹേഷ് ആ കൈ അവിടെ തന്നെ ഇട്ടിട്ട് ഒന്നും അറിയുന്ന പോലെ സോഫയിൽ പോയി ഇരിക്കുകയാണ്. ഇഷിത പതുക്കെ കണ്ണ് തുറക്കുമ്പോഴേക്കും എഴുന്നേറ്റോ സുപ്രഭാതം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിത പതുക്കെ ഇങ്ങനെ കണ്ണ് തുറക്കുക. ഇഷിതടുത്ത് മഹേഷ് ചോദിക്കാനുണ്ട്, അല്ല എങ്ങനെയുണ്ട്? അയ്യോ വല്ലാതെ തലവേദന മാത്രമേ ഉള്ളൂ അതോ അല്ല നല്ല ഉറക്കം വരുന്നുണ്ട്? ഇതാണ് ഹാങ് ഓവർ, മദ്യത്തിൻ്റെ ഹാങ് ഓവർ കേട്ടോ ചോദിക്കണം. അയ്യോ എനിക്ക് വയ്യായേ, അയ്യോ സമയം എത്ര ആയോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ മുമ്പ് അല്ലല്ല ഇപ്പം എവിടെ എഴുന്നേറ്റ് പോണത്, എനിക്ക് തലവേദനയുടെ ടാബ്ലറ്റ് വേണമെന്ന്. അവിടെ ഇരിക്കേ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് തലവേദനയുടെ ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയണ്ട്, അതെ മദ്യപാനത്തിൻ്റെ ഹാങ് ഓവറുള്ള ടാബ്ലറ്റും അതുപോലെ തന്നെ മരുന്നുകളൊന്നും അലോപ്പതിയിൽ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഏത് ഡോക്ടർ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അതോ ഒരു വിവരമില്ലാത്തൊരു ഡോക്ടർ ഇഷിത എന്നെന്തോന്ന പേര് എന്ന് പറയുമ്പോൾ ഇഷിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം മഹേഷ് പറയണ്ടേ, ഇപ്പം മനസ്സിലായോ കള്ള് കുടിക്കുന്നവർ എങ്ങനെയാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ കള്ള് കുടിക്കണമെന്ന്? അത് കഴിയുമ്പോൾ വല്ലാതെ തലവേദനയും മയക്കവും ഒക്കെ വരും എന്ന് പറയാണ്. ഇനിയിപ്പോൾ മദ്യപാനികളെ കണ്ട ഹായ് ഹലോ ഫ്രണ്ട്, ഹലോ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കാലോ, താനൊരു മദ്യപാനി ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളൊക്കെ വീഡിയോ ആക്കിയിട്ട് പിടിച്ചിട്ടുണ്ട്. തൻ്റെ ഈ ഹാങ് ഓവറൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഒക്കെ ഭരതനാട്യവും അതുപോലെ തന്നെ നാടോടി പാട്ടും എല്ലാം അടങ്ങിയ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അല്ല ഞാൻ അടിച്ച സംഭവങ്ങൾ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് നിശ്ചിത ചോദിക്കുമ്പോൾ അത് പിടിച്ചിട്ടില്ല എന്ന് മഹേഷ് പറയാണ്.
ഇഷിത മഹേഷിനോട് ചോദിക്കണ്ടല്ല ഞാൻ അടിച്ചിട്ട് ഇന്നലെ എന്തെങ്കിലും തെറിച്ചു പോയോ പല്ല്? ഇല്ല, അങ്ങനെ ഇപ്പോൾ തെറിച്ചു പോയൊന്നുമില്ല ആ എന്ന് പറയാണ്. അതിനുശേഷം മഹേഷ് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇന്ന് നാരങ്ങ വെള്ളം കുടിക്കുക, ഹാങ് ഓവറിൻ്റെ ബെസ്റ്റാണ് എന്ന് പറയാണ്. അതിനുശേഷം മഹേഷ് പറയണ്ടേ, ഇനി ഞാൻ കുടിച്ച് വന്നാലുണ്ടല്ലോ ഇപ്പം എങ്ങനെയാണ് ഹാങ് ഓവർ മാറ്റണമെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ, ഇതുപോലെ വേണം ചെയ്യാൻ. എങ്കിൽ ഞാൻ പോകുവാണ്, വൈകിട്ട് കുടിച്ച് വന്നിട്ട് കാണാം എന്ന് പറയട്ടെ മഹേഷ് അവിടെ നിന്ന് പോവാട്ടോ. ഇഷിതരങ്ങ അയ്യോ എന്ന് പറഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അയ്യോ! ഞാനിനിയിപ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഈശ്വരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ആകെ ഇങ്ങനെ മടിച്ച് നിൽക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന സ്വപ്നവല്ലിനെയും അതുപോലെ തന്നെ രാമനാഥനെയും മഞ്ജുമേനെയാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട്, സ്വപ്നം ഇന്നലെ അത് എങ്ങനെ സംഭവിച്ചു, അത് എങ്ങനെയാണ് ഇഷിത കുടിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും പറയണ്ട രാമ, പാവം ഇന്നലെ ആ ഒരു സ്മോൾ ഫുള്ളും അല്ലേ കുടിച്ചിരിക്കണത്, തല പൊങ്ങുന്നുണ്ടാവില്ലായിരിക്കും എന്ന് പറയാണ്. ആ സമയത്ത് എടുത്ത വായിക്കും മഞ്ജുമ പറയുന്നുണ്ട്, അതെ അവളെ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നണത്. നമ്മളെ കടിക്കാൻ കിട്ടിയ ഒരു അവസരമല്ലേ, അവളത് കളയാൻ നോക്കിയില്ല, അവൾ മനഃപൂർവ്വം ചെയ്തായിരിക്കുമെന്നേ, അല്ലാതെ മദ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതൊന്നായിരിക്കില്ല. അങ്ങനെയൊന്നും അല്ലടി, തല പൊങ്ങുന്നുണ്ടാവില്ല. അല്ല അവൾ ഇനി ഇഷിത വരുമ്പോൾ ചോദിക്കില്ലേ ആ മദ്യം എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന്, ആ മദ്യം ശരിക്കും എങ്ങനെയാണ് സ്വപ്നം അവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട രാമ, ഞാൻ ആ മദ്യം എനിക്ക് മുട്ടുവേദനയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുടിക്കാൻ വെച്ചിട്ട് എടുത്തതാ. ആ സമയത്തല്ലേ രാമ വിളിയോട് വിളി, ആ സമയത്ത് ഞാൻ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു, അതെടുത്തിട്ട് ആ മരുമകൾ വെള്ളം എന്ന് പറഞ്ഞ് കുടിച്ചതെന്ന് പറയുമ്പോൾ മഞ്ജുമ പറയുന്നുണ്ട്, ആ മരുമകളായതുകൊണ്ട് ഇവിടെ ആർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരും കേട്ടോ. മഹേഷ് വരുമ്പോഴേക്കും സ്വപ്നം എന്നെ ചോദിക്കണ്ടേ, അല്ല ഇഷിത എഴുന്നേറ്റോ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, തലയൊക്കെ പൊങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല എഴുന്നേറ്റിട്ടുണ്ട്, തലയൊക്കെ പൊങ്ങാൻ കുറച്ചൊരു പണിയുണ്ട്. ഇത് അച്ഛൻ ചോദിക്കണം കേട്ടോ, അവൾ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണ്, എങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, പോയി ചോദിച്ചിട്ട് വാ. ഞാൻ പോയി ചോദിക്കാം എന്ന് പണ്ട് മഞ്ജും അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും മഹേഷ് പറയണ്ട, അതെ ചേച്ചിക്ക് ഇന്നലെ കിട്ടിയതൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് മഞ്ജുമ അച്ഛാ അതില്ലേ എന്ന് പണ്ട് വേഗം തന്നെ ടോപ്പിക്ക് മാറ്റുവാട്ടോ. ചിപ്പി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പെട്ടെന്ന് തന്നെ മഞ്ജിമ പറയുന്നുണ്ട്, ആ അമ്മ എഴുന്നേക്കാൻ താമസിക്കും, ഹാങ് ഓവർ ആയിരിക്കുമല്ലോ. ഹാങ് ഓവർ എന്ന് വെച്ചാൽ എന്താ എന്ന് ചിപ്പി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഗുഡ് മോർണിംഗ് അച്ഛാ, ഗുഡ് മോർണിംഗ് അമ്മേ, ഗുഡ് മോർണിംഗ് മഞ്ജിമ ചേച്ചി എന്നൊക്കെ പറയാണ്. ആ സമയത്ത് നമ്മുടെ സ്വപ്നയിൽ ചോദിക്കണ്ടേ, അല്ല ഇഷിത എങ്ങനെയുണ്ട് ഇപ്പോൾ, കുഴപ്പമൊന്നുമില്ലല്ലോ, ചെറിയൊരു തലക്കനം എന്നിങ്ങനെ പറയാണ്. അതാ മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര തലക്കനമായിരിക്കും എന്ന് പറയണതിന് കാരണം ഇതാ എന്നിങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ചിപ്പി ഓടി നിന്നിട്ട് വിശദമായിട്ട് ചോദിക്കണ്ടേ, അല്ല അമ്മേ എന്താ ഈ ഹാങ് ഓവർ, എന്താ ഈ തലക്കനം, എന്താ ഈ മദ്യപാനം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞു കൊടുക്ക് എന്നിങ്ങനെ പറയാം കേട്ടോ. ഇഷിത പറയണ്ട, അത് വേറൊന്നുമല്ല മോളെ, നീ ചെറിയ പിള്ളേർ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കില്ലേ, അതുപോലെ വലിയ ആൾക്കാർ കുറച്ച് ലിക്വർ കഴിക്കും. ശരിക്കും പറഞ്ഞാൽ അതും പിള്ളേരുടെ മുമ്പിൽ കഴിക്കാനോ പിള്ളേർ അത് മദ്യപിക്കാനോ പിള്ളേരെ സ്മെല്ലടിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. മോൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറയാണ്. എനിക്ക് മനസ്സിലായി, ഇടയ്ക്ക് മുത്തശ്ശി അച്ഛമ്മ ഇടയ്ക്ക് അടിക്കാറുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഈ കുട്ടി എന്തൊക്കെയാണ് പറയണത്, ഞാനൊന്നും അടിക്കാറില്ല എന്ന് പെട്ടെന്ന് തന്നെ സ്വപ്നവലി പറയാട്ടോ. അത് കേൾക്കുമ്പോൾ ഇഷിത ചിരിക്കുന്നുണ്ട്. മഞ്ജുമ പറയണ്ട, പുതിയ അമ്മ പഠിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, വാ ചിപ്പി ഞാൻ മോൾക്ക് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെയും കൊണ്ട് അകത്തേക്ക് പോകുക കേട്ടോ. പെട്ടെന്ന് തന്നെ മഹേഷിൻ്റെ മുഖത്തെ പാട് കാണുവാണ് സ്വപ്നവല്ലി. അയ്യോ മോൻ്റെ മുഖത്ത് എന്താ പാട്, ഇതെന്ത് പറ്റിയതാ? അതോ ഇന്നലെ രാത്രിയെ തലക്കന് മൂത്തിട്ട് ഒരു വട്ടുപെണ്ണ് എന്നെ അടിച്ചതാണ് എന്ന് മഹേഷ് പറയുക കേട്ടോ. എടുത്ത വായിക്ക് സ്വപ്നവല്ലി പറയുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും വട്ടിടിച്ചാൽ നിനക്ക് തിരിച്ചടിച്ചൂടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, അമ്മേ ഞാൻ വെറുതെ പറഞ്ഞതാണമ്മേ, ഇതെന്തോ റിയാക്ഷൻ ആയതാ. എടുത്ത് വയ്ക്കും രാമനാഥൻ പറയുന്നുണ്ട്, മോളെ ഇഷിതേ നിനക്ക് റിയാക്ഷനുള്ള മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഹേഷിനെ കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കൊടുക്കാം അച്ഛ എന്ന് ഇഷിത പറയാണ്. മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ്, അവൾ തന്നെ അടിച്ചു, അവൾ തന്നെ മരുന്നും തരുന്നു. എന്താ നീ പറഞ്ഞതെന്ന് സ്വപ്നം ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ, മരുന്ന് തേച്ചോളാന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കും നമ്മുടെ സ്വപ്നയിൽ പറയണ്ട, അതെ നാളെ ഷിപ്പിമോളുടെ സ്കൂളിലെ പേരൻസ് മീറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ട, അതെ എല്ലാവരുടെ പേരൻസ് വരും എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട, അതിനെന്താ മോളുടെ പേരൻസ് വരുമല്ലോ, നാളെ അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് വരും എന്ന് പറയാണ്. ഹായ് അച്ഛനും അമ്മയും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരുടെ കൈ ഇങ്ങനെ പിടിച്ച് പൊക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മഹേഷ് നടന്നുകൊണ്ട് പോവാം, എന്തായാലും അച്ഛനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി മഹേഷ് പോകാൻ തൊട്ട് പിന്നാലെ ഇഷിതയും പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇഷിതയുടെ കയ്യിൽ പിടിച്ച് പിച്ചുവാണ് മഹേഷ്. പെട്ടെന്ന് ഇഷിത എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. എന്താ അവിടെ ഒരു ഒച്ച എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ലേ, അത് ന്യൂട്ടൻ്റെ ലോയാണ്. ഇൻ എവരി ആക്ഷൻ
ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുക കേട്ടോ. അവനെന്താ ഈ പറഞ്ഞത് എന്ന് നമ്മുടെ രാമനാഥൻ ചോദിക്കുമ്പോൾ, അതോ വേറൊന്നുമല്ല, ഇഷിത ചിലപ്പോൾ പുരട്ടിക്കൊടുക്കാനുള്ള മരുന്നിൻ്റെ വില പേരുമായിരിക്കും അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം വലിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിനെയാണ് കേട്ടോ. പ്രിയാമണി കിട്ടിയ ഗിഫ്റ്റൊക്കെ പതുക്കെ ഇങ്ങനെ അതായത് കിട്ടിയ ഗിഫ്റ്റുകൾ ആ വലിയ ഗിഫ്റ്റ് പതുക്കെ തുറന്ന് നോക്കുവാണ്. അല്ല ഇതെന്താ തന്നെ ചെയ്യുന്നത്? അത് ഇന്നലെ കുറച്ച് ഗിഫ്റ്റ് കിട്ടിയായിരുന്നല്ലോ, അത് തുറന്ന് നോക്കുക. കുറച്ച് ഗിഫ്റ്റോ? അത് 2-3 കിട്ടിയായിരുന്നു. അതിൽ അപ്പുറത്തെ സ്വപ്നം വലിയ തന്ന ഗിഫ്റ്റാണ് ഞാൻ തുറന്ന് നോക്കണത്. തുറന്നു നോക്കെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പ്രിയാമണി അത് തുറന്ന് നോക്കുവാണ്. അതിൽ വലിയൊരു കലവാണ് കേട്ടോ. ഇതെന്താ കലവോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും നോക്കിയ മാഷ് ഇതിൽ എഴുതിയിരിക്കുന്നത് ആശംസകൾ മഹേഷ് എന്ന്. ആ ഭൂതമേ മഹേഷിൻ്റെ ഇഷിതയുടെ കല്യാണത്തിന് ആരോ കൊടുത്ത ഗിഫ്റ്റ് പൊതിന് കെട്ടി ഇങ്ങോട്ടേക്ക് തന്നിരിക്കുക ഭൂതം. ഇപ്പം മനസ്സിലായി ആളുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. മനസ്സിലായി എന്ന് മാഷ് പറയാണ്. എന്നാൽ ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് എൻ്റെ മാഷേ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ, അത് വേറൊന്നുമല്ല, രാമനാഥനെ കുറച്ച് മദ്യപിക്കാൻ വേണ്ടി മദ്യവും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അത് നമ്മുടെ മോളെ വെള്ളം ഒച്ചെടുത്ത് കുടിച്ചു. അയ്യോ ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അതൊക്കെ ആലോചിക്കുക കേട്ടോ. നമ്മുടെ സ്വപ്നവലീനെ അടിച്ചതും മഞ്ജുമീൻ അടിച്ചതും അതുപോലെ തന്നെ മനസ്സുവിനെ അടിച്ചതൊക്കെ ആലോചിക്കുകയാണ്. ശേഷം നമ്മുടെ പ്രിയാമണി പറയണ്ട്, എന്തായാലും മനസ്സിനിക്ക് ഇട്ട് കൊടുത്തത് ഞാൻ നന്നായിട്ട് എനിക്ക് ബോധിച്ചു. പിന്നെ അതിനെ തിരിച്ചു മറുപടി മഹേഷും പറഞ്ഞല്ലോ, അവൻ എൻ്റെ മോന എന്നിങ്ങനെ പറയാണ്. അപ്പുറത്തെ സ്വപ്നവല്ലി കേൾക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല നമ്മുടെ ഇഷിത ചമ്മി പതുക്കെ വാതിൽ തുറന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുവാട്ടോ. പ്രിയാമണി ഇത് ആരാ വരുന്നതെന്ന് നോക്കി. വാ നമ്മുടെ പൊന്നുമോളും കൂടെ വാ എന്ന് പറയാണ്. അല്ല പൊന്നുമോൾക്ക് ചായ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ, വേണ്ട. അയ്യോ മോൾക്ക് ചായ അല്ല വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും വേണ്ടതല്ലേ. അച്ഛോ അമ്മ കളിയാക്കല്ലേ, ഇന്നലെ ഞാൻ ഓവറായിരുന്നു അച്ഛാ. കുറച്ച് ഓവറായിരുന്നു എന്ന് പറയുമ്പോഴേക്കും, നീ ഇന്നലെ എന്തൊക്കെയാണ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ എന്ന് പ്രിയാമണി ചോദിക്കുകയാണ്. ഞാൻ അമ്മേനെന്തെങ്കിലും പറഞ്ഞോ? അമ്മേനെ പറഞ്ഞാലും കുഴപ്പമില്ല അച്ഛാ, അച്ഛനെന്തെങ്കിലും പറഞ്ഞു? ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ മോളുടെ ഭരതനാട്യവും നൃത്തമൊക്കെ സൂപ്പറായിരുന്നു. എടി നീ ഇന്നലെ എല്ലാവർക്കിട്ടും കൊടുത്തു. മനസ്സിനിക്കിട്ടാണ് ശരിക്കും കൊടുത്തത്. അതെനിക്ക് എന്തായാലും ഇഷ്ടമായി. ഇനിയിപ്പോൾ മൂത്ത മോളുടെ കരച്ചിലെന്തെങ്കിലും കേൾക്കുന്നുണ്ടോയെന്ന് ഫോൺ വിളിച്ച് ചോദിക്കും പ്രിയാമണി എന്ന് നമ്മുടെ മാഷ് ചോദിക്കുമ്പോഴേക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ നമ്മുടെ ഇഷിത ഇങ്ങനെ പറയുക കേട്ടോ. സുചിത്ര ഉണ്ടോ അകത്ത്? ഉണ്ട്. രാവിലെ എഴുന്നേറ്റു, കോഫി കുടിച്ചു, വീണ്ടും ഉറങ്ങി, വീണ്ടും എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പോൾ ഫോൺ വിളിയാ. ഞാനെന്ന് അവളെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പതുക്കെ മുങ്ങുവാട്ടോ. പാവം ഭയങ്കര ചമ്മലുണ്ട് എന്ന് മാഷ് ഇങ്ങനെ പ്രിയാമണി അടുത്ത് പറയാണ്. സുചിത്ര ആണെങ്കിൽ വിനോദിനോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ട്രീറ്റോ? നീ നിൻ്റെ ചേച്ചിയെടുത്ത് ചോദിക്കും. അല്ലല്ല നിൻ്റെ ഇടത്തെടുത്ത് ചോദിക്കും. തരാം ട്രീറ്റ് തരാം എന്നൊക്കെ നമ്മുടെ സുചിത്രനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ എൻ്റെ ചേച്ചി വരുന്നു, ഞാൻ വിളിക്കാവേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ആരായിരുന്നു ഫോണിൽ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. വിനോദായിരുന്നല്ലേ? അതെ ചേച്ചി, അവന് ട്രീറ്റ് വേണമെന്നോ? ട്രീറ്റോ എന്തിൻ്റെ? ഇന്നലെ ഇളയമ്മയുടെ ഇളയച്ചൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ, അപ്പോൾ അതിനുള്ള ട്രീറ്റ് വേണമെന്നാണ് പറയണത്. അവനെ വിളിക്കാൻ വിട്ടുപോയല്ലോ ഞാൻ, അതിൻ്റെ പരിഭവമാണ്. അവനറിയില്ലല്ലോ ഇന്നലെ ട്രീറ്റ് അല്ല, ഇന്നലെ ഭയങ്കര സംഭവം ഇവിടെ നടന്നിന്ന്. ഇന്നലെ കുറച്ച് കൂടിപ്പോയല്ലേ. മദ്യപാനികളൊക്കെ ഇതെങ്ങനെയാണോ കുടിക്കണത്? ഇതൊക്കെ ഇത്ര ദോഷമായിട്ടും ആൾക്കാർ കുടിക്കുന്നുണ്ടല്ലോ ചേച്ചി, ബിവറേജിലെ ക്യൂ കുറയുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. എന്തായാലും മഹേഷിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ചേച്ചി. ചേച്ചിനെ പ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെയാണ് മഹേഷിനെ നിന്നത്? മനസ്സിനമ്മനെ പൊളിച്ചടക്കി. ആ പ്രൊട്ടക്ഷൻ ഇന്നലെ പോലെ ഇടയ്ക്കേ കിട്ടുള്ളൂ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ മഹേഷിനെയാണ് കാണിക്കുന്നത്. മഹേഷ് ഇഷിതനെ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രിയാമണിയുടെ മാഷിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ. മോൻ വന്നല്ലോ, വാ മോനെ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ വിളിക്കുന്നുണ്ട്. മോനെ അമ്മ ചായ എടുക്കട്ടെ? വേണ്ടമ്മേ ഞാൻ കുടിച്ചതാണ്. അല്ല ഇഷിത എന്ന് പറയുമ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇഷിത ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്, താൻ വരുന്നുണ്ടോ അതോ നോർമലായോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഇഷിത പറയാണ്. പെട്ടെന്ന് തന്നെ പ്രിയാമണി മഹേഷിൻ്റെ മുഖത്തെ പാട് കാണും കേട്ടോ. അയ്യോ മോൻ്റെ മുഖത്ത് എന്തൊരു പാട്, ഇതെന്ത് പറ്റിയതാ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പതുക്കെ ഇഷിതയുടെ മുഖത്തേക്ക് ഇന്ന് നോക്കുന്നുണ്ട്. ഇഷിത അപ്പോൾ വേണ്ട പറയല്ലേ എന്ന രീതിയിൽ മഹേഷിന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മഹേഷ് ഇഷിതനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പരസ്പരം മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോ സൂപ്പറാണ് കേട്ടോ. നമ്മുടെ വിനോദിനെ നമ്മുടെ സുചിത്ര വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, മാഷിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമണിനെയൊക്കെ പരിചയപ്പെടുത്തണം. അപ്പോൾ മാഷ് പറയുന്നുണ്ട് പ്രിയാമണി അടുത്ത്, നല്ല പയ്യനല്ലേ, ഇവൻ്റെ കുടുംബം എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം പ്രിയാമണി എന്ന് പറയാണ്. ശേഷം നമ്മുടെ വിനോദ് മഹേഷും ഇഷിതയും ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ രാമനാഥനും സ്വപ്നയിലേക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ്. വിനോദ് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ ഇഷിതനെ കാണുന്നുണ്ട്. ഇഷിതയും വിനോദും കൂടി സംസാരിക്കുമ്പോൾ അവിടേക്ക് മഹേഷ് കടന്നു വരുവാണ്. ഇഷിതൊക്കെ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മഹേഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വിനോദിന്. അവർ രണ്ടുപേരും കൈ പരസ്പരം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ചെറിയൊരു ഡൗട്ട് നമ്മുടെ ഇഷിതൊക്കെ തോന്നുന്ന ഭാഗത്തോടെ കേട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ എടുക്കുകയാണ് ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ.